പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കിവിടെ സുഖമാണ്. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ കുടുംബവും സുഖമായിട്ടിരിക്കുന്നു. പവർ ഓഫ് മണി. സമീപകാലത്തെ സംഭവങ്ങളിൽ ഒന്ന് കണ്ണോടിച്ചാൽ ഓരോരുത്തർക്കും കേൾക്കാം, പണമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്, പണത്തിൻ്റെ മിടുക്കാണ് എന്നൊക്കെ പറയുന്നത്. പണത്തിന് അതിൻ്റേതായ മൂല്യമുണ്ട്. പണമില്ലാത്തവൻ പിണത്തിന് തുല്യം എന്നൊരു ചൊല്ലുണ്ട്. പണമുള്ളവർക്ക് കിട്ടുന്ന ബഹുമാനം പണമില്ലാത്തവർക്ക് സാധാരണഗതിയിൽ ലഭിക്കാറില്ല. അപ്പോൾ പറഞ്ഞു വന്നത് പണത്തിൻ്റെ ശക്തിയാണ്. പണമുണ്ടാക്കേണ്ടത് ദൈനംദിന ജീവിതചര്യകളെ മറികടക്കാൻ മാത്രമല്ല, ഭാവി സുരക്ഷിതമാക്കാനും സമൂഹത്തിൽ ആദരവ് ലഭിക്കാനും എല്ലാം വേണം. ഒരൊറ്റ വരുമാനമാർഗം കൊണ്ട് മാത്രം ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാനാവില്ല. അതിനാൽ പാസീവ് ഇൻകം സോഴ്സസ് കണ്ടെത്തണം. അവരവരുടെ അറിവും കഴിവും വിദ്യാഭ്യാസവും ഉപയോഗിച്ച് ഒന്നിലേറെ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുക. അപ്പോഴുള്ള ഗുണം ഒന്നിൽ വരുമാനം കുറഞ്ഞാലും മറ്റുള്ളതിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആവശ്യകതകളെ തരണം ചെയ്യാം എന്നതാണ്. ഒരു മെയിൻ ഫിക്സഡ് ഇൻകം സോഴ്സ് ഒന്ന് വേണം. കൂടാതെ പാർട്ട് ടൈമായി നമ്മൾ മികച്ചതായ വിഷയങ്ങളിൽ ട്യൂഷൻ കൊടുത്ത് വരുമാനം നേടാം. അതെന്തിലുമാവാം. പഠന കാര്യങ്ങളിൽ ഈ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് അറിവുണ്ടെങ്കിൽ അത് വെച്ച് ട്യൂഷൻ എടുത്തിട്ട് വരുമാനം നേടാം. അതായത് ടൈലറിങ് അങ്ങനെയൊക്കെ തുടങ്ങി എന്തിൽ വേണമെങ്കിലും ട്യൂഷൻ കൊടുത്ത് വരുമാനം നേടാം. എന്തിൻ്റെയെങ്കിലും അഡ്വൈസറായി കമ്മീഷൻ നേടാം. ചെറിയ രീതിയിൽ തുണിക്കച്ചവടം നടത്തിയും വരുമാനം നേടാം. അങ്ങനെ പാസീവ് ഇൻകം സോഴ്സ് തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ച് വരുമാന മാർഗങ്ങൾ കൂട്ടി പണമുള്ളവരുടെ ഭാഗ്യം നമുക്കും കണ്ടെത്താവുന്നതാണ്. പ്രൈസ് ടാഗ് നോക്കാതെ ഡ്രസ്സ് എടുക്കാനും വില ചോദിക്കാതെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം നേടും വരെ ചെലവുകളെ നിയന്ത്രിച്ച് സമ്പാദിക്കുക. പണത്തെ ഭയപ്പെടാതിരിക്കുക. ദുഷ്ടന്മാരുടെ കയ്യിലെ പണം കൈവരൂ എന്ന കാഴ്ചപ്പാട് മാറ്റുക. നല്ലവരുടെ കയ്യിലെ പണം വരൂ. നല്ലവരാകുക. പണത്തെ സ്നേഹിക്കുക. നമ്മിലേക്ക് പണം ഒഴുകിയെത്തിയിരിക്കും. എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.